Hi, welcome to Lash Class. BA English Appreciating പോയട്രിയിലെ ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഡൈലാൻ തോമസ് എഴുതിയിട്ടുള്ള ഒരു വില്ലനിലാണ് 19 വരികളിലായിട്ട് സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്നുള്ള തീം എടുത്തുകൊണ്ട് കൃത്യമായ സ്ട്രക്ചറിൽ എഴുതുന്ന ഒരു പോയത്തിനെയാണ് നമ്മൾ വില്ലനിൽ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഈ പോയത്തിന്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ് ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിന്റെ സമ്മറി നോക്കാം. പാർട്ട് 1. ദ പോയം ഓപ്പൺസ് വിത്ത് എ സ്ട്രോങ് ഇമ്പരേറ്റീവ്. ഒരു ഇമ്പരേറ്റീവോട് കൂടി അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റോട് കൂടിയിട്ടാണ് പോയം ആരംഭിക്കുന്നത്. അത്ര എളുപ്പത്തിൽ ഗുഡ് നൈറ്റിലേക്ക് അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് പോകരുതെന്നാണ് പോയിട്ട് പറയുന്നത്. ഏർജിങ് പീപ്പിൾ നോട്ട് ടു പാസീവ്ലി അക്സെപ്റ്റ് ഡെത്ത്. ഇവിടെ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് ഡെത്തിന്റെ സിമ്പലാണ്. നമുക്കറിയാം, ഉറക്കത്തിനും മരണവുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഒരുപാട് പോയത്തിൽ നമ്മൾ കാണുന്നതാണ്. അത്തരത്തിൽ എളുപ്പത്തിൽ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കരുത്, മരണത്തെ സ്വീകരിക്കരുത് എന്നാണ് ഈ പോയത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. The poet declares that old age should be filled with intensity and resistance, not quite resignation. പ്രത്യേകിച്ചും ഓൾഡ് ഏജിൽ, പ്രായമാകുന്ന സമയത്ത് ഇനി എന്തായാലും മരണം വരും എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ മരണത്തിന് മുന്നിൽ കീഴടങ്ങരുത്, അതിനോട് ഫൈറ്റ് ചെയ്യണം എന്നാണ് പോയത്തിൽ പറയുന്നത്. ദിസ് സെറ്റ്സ് എ ടോൺ ഫോർ ദി എൻറ്റയർ പോയം. ഈ ഒരു ടോണാണ് പോയത്തിൽ ഉടനീളം നമുക്ക് കാണുന്നത്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിലും ഇതുപോലെ ഈ മരണത്തിനെ ഫൈറ്റ് ചെയ്യണം, അങ്ങനെ എളുപ്പത്തിൽ അതിനെ സ്വീകരിക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എംഫസൈസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദി ഇൻഎവിറ്റബിൾ എൻഡ്. പ്രത്യേകിച്ചും ഓൾഡ് ഏജിൽ ഉള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രായമാകുമ്പോൾ ചില ആളുകൾ ഒരുപക്ഷെ വിചാരിക്കാം ഇനി എന്തായാലും നമ്മുടെ സമയമായി എന്നുള്ള രീതിയിൽ അതിനെ സ്വീകരിക്കാൻ മാനസികമായിട്ട് തയ്യാറെടുക്കുന്നത്. ഇവിടെ പോയിട്ട് പറയുന്നത് അങ്ങനെ ശാന്തമായിട്ട് അതിനെ സ്വീകരിക്കരുത്, മറിച്ച് അതിനോട് ഫൈറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്നുള്ള രീതിയിലാണ്. പാർട്ട് 2. ഇനി അടുത്ത സെക്ഷനിൽ പറയുന്നത് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ മരണത്തെ ഫൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. The poet presents examples of various types of men who resist death, each for their own reasons. പലതരത്തിലുള്ള ആളുകൾ ഇതുപോലെ മരണത്തിനോട് പോരാടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കാരണങ്ങളാണുള്ളത്. Wise men, despite knowing that death is a natural part of life, resist it because they feel their words and actions have not made a significant impact. ഇനി വൈസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അറിവുള്ള ആളുകൾ, അവർക്കറിയാം ഡെത്ത് എന്ന് പറയുന്നത് ഈ ലൈഫിലെ ഒരു നാച്ചുറൽ പാർട്ടാണ്, അത് നമുക്ക് തടയാൻ കഴിയാത്തതാണ്. പക്ഷേ അവർ അതിനെ എതിർക്കുന്നത് ജീവിതത്തിൽ ഇനിയും നന്മകൾ ചെയ്യാൻ ബാക്കിയുണ്ട്, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളൊരു ചിന്ത കാരണം കൊണ്ടാണ് അവർ മരണത്തെ എതിർക്കുന്നതെന്ന് പോയിട്ട് പറയുന്നു. Then, good men, as they face death, regret the missed opportunities and the potential their deeds had to make a difference. ഇനി ഗുഡ് മെൻ, അവർ നല്ല മനുഷ്യരാണ്, എന്നാൽ നേരത്തെ പറഞ്ഞ ആളുകളെ പോലെ അത്ര അറിവുള്ളവരല്ല. അവർ ചിന്തിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, പല അവസരങ്ങൾ അവർ നഷ്ടപ്പെടുത്തി. അങ്ങനെ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ് അവർ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ മരണത്തെ എതിർക്കുന്നത് അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യുന്നത്. വൈൽഡ് മെൻ who lived life with great passion and recklessness realize too late that their time is limited and grieve over the fleeting nature of life. ഇനി വൈൽഡ് മെൻ, അവർ ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർ വളരെ വൈകിയാണ് മനസ്സിലാക്കുക നമുക്ക് ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ, അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. അതുകൊണ്ട് അവർ മരണത്തെ ഫൈറ്റ് ചെയ്യും എന്നാണ് പോയിട്ട് പറയുന്നത്. ഗ്രേവ് മെൻ, serious and reflective, gain profound insights as they approach death and understand that even in their weakened state there is still a reason to fight against the end. ഇനി ഗ്രേവ് മെൻ, അവർ വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. അവർ സീരിയസ് ആയിട്ടുള്ള ആളുകളും ഒരുപാട് ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നേരത്തെ അറിവുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞതുപോലെ അവർക്ക് അറിയാം ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എന്നുള്ളത്. പക്ഷെ അവർ ജീവിതത്തെ കുറിച്ചിട്ടും സീരിയസ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. ആ തരത്തിൽ ഇനിയും അവർക്ക് ജീവിതത്തിൽ പലതും ചെയ്യാനുണ്ട് എന്നവർ കരുതുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ മരണത്തെ എളുപ്പത്തിൽ അങ്ങോട്ട് സ്വീകരിക്കാതെ അതിനോട് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് പോയിട്ട് പറയുന്നു. പാർട്ട് 3.
ഇനി ഇത്രയും നേരം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ പോയത്തിന്റെ ലാസ്റ്റ് പാർട്ടിൽ അദ്ദേഹം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. In the final part of the poet makes a deeply personal and emotional plea to his father, who is on the verge of death. പോയറ്റിന്റെ പിതാവ് ഇതുപോലെ മരണത്തെ അഭിമുഖീകരിച്ച് കിടക്കുന്ന ഒരു ഓൾഡ് ഏജ് മാൻ ആണ്. അപ്പോൾ അദ്ദേഹത്തോടും പോയറ്റ് ഇത് തന്നെയാണ് പറയുന്നത്. അത്ര എളുപ്പത്തിൽ മരണത്തെ സ്വീകരിക്കാതെ അതിനെ ഫൈറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പിതാവിനോട് പറയുന്നത്. He asks his father to show intense emotions and not to accept death passively. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാസീവ് ആയിട്ട്, അതായത് ഇത് നമുക്ക് എതിർക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ട് അതിനെ സ്വീകരിക്കാതെ അതിനോട് പരമാവധി ഫൈറ്റ് ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ ഫാദറിനോട് പറയുന്നത്. The poet urges his father to fight against the dying of the light, mixing both a blessing and a curse in his plea. ഇനി അദ്ദേഹം ഈ ഡൈയിങ് ഓഫ് ദ ലൈറ്റ്, വെളിച്ചം കെട്ടുപോകുന്നത്, നമുക്കറിയാം ജീവിതം അവസാനിക്കുന്നതിന്റെ ഒരു സിമ്പലാണ്. അതിനോട് പരമാവധി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫാദറിനോട് പറയുന്നത്. അതിനകത്ത് അദ്ദേഹം കേഴ്സും അതുപോലെ ബ്ലെസ്സിങ്ങും, അനുഗ്രഹങ്ങളും ശാപവാക്കുകളും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഏത് വിധേനയും അദ്ദേഹത്തിന്റെ പരമാവധി എനർജി എടുത്തുകൊണ്ട് ജീവിതത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം, പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോകരുത് എന്ന് അദ്ദേഹം പിതാവിനോട് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. The repeated refrains throughout the poem reinforce the urgency and the intensity of the call to resist death. ഇനി ഈ റിപ്പീറ്റഡ് റിഫറൻസ് എന്ന് പറയുന്നത് ഈ പോയത്തിന്റെ ടൈറ്റിൽ തന്നെയാണ്. അത് പലതവണ ഈ പോയത്തിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഒരു ഇന്റൻസ്ഡ് ആയിട്ടൊരു പ്ലീ ആണ്, അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ് ആളുകൾക്ക് മുന്നിൽ വെക്കുന്നത്. അതായത് മരണം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓൾഡ് ഏജ് ആവുന്ന സമയത്ത് അതിനെ അങ്ങ് എളുപ്പത്തിൽ സ്വീകരിക്കരുത്, പരമാവധി അതിനോട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പോയറ്റ് പറയുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് എ വില്ലനിൽ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എന്താണ് വില്ലനിൽ എന്ന് പറയുന്നത്. വില്ലനിൽ ഈസ് എ 19 ലൈൻ പോയം വിത്ത് എ ഫിക്സ്ഡ് ഫോം. 19 വരികളുള്ള ഒരു കവിതയാണ്. അതിനകത്ത് ഫിക്സ്ഡ് ഫോം ഉണ്ട്. അതായത് 3 വരികളുള്ള 5 സ്റ്റാൻസുകളും 4 വരിയുള്ള അവസാനത്തെ സ്റ്റാൻസിയും. അതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ഇറ്റ് ഹാസ് 3 സെഗ്മെന്റ്സ്: ഇൻട്രൊഡക്ഷൻ, ഡെവലപ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ. ഇനി പോയത്തിന് 3 പാർട്ടാണ് ഉണ്ടായിരിക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ, ആ വിഷയത്തെ അവതരിപ്പിക്കുന്നത്, പിന്നെ അതിന്റെ ഡെവലപ്മെന്റ്, പിന്നെ കൺക്ലൂഷൻ എന്നുള്ള 3 സെഗ്മെന്റ് ആയിട്ടായിരിക്കും ഈ പോയം സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരിക്കുക. വാട്ട് പ്രോംപ്റ്റഡ് ദ പോയറ്റ് ടു റൈറ്റ് ദ പോയം? ഇനി ഈ പോയം എഴുതാൻ വേണ്ടി പോയറ്റിനെ പ്രേരിപ്പിച്ചത് എന്താണ്? ഡൈലാൻ തോമസ് wrote the poem to urge his dying father to resist death and express his own emotional struggle with the inevitability of losing him. പോയറ്റിന്റെ പിതാവ് ഇതുപോലെ ഈ ഓൾഡ് ഏജിൽ മരണത്തെ അഭിമുഖീകരിച്ച് കിടക്കുന്ന സമയത്താണ് പോയറ്റ് ഈ കവിത എഴുതുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ അടുത്ത് അങ്ങനെ എളുപ്പത്തിൽ മരിച്ചു പോകരുത്, പരമാവധി ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. വാട്ട് ഈസ് ദ പ്രെയർ ദാറ്റ് ദ പോയറ്റ് മേക്സ് അറ്റ് ദി എൻഡ് ഓഫ് ദ പോയം? ഇനി പോയത്തിന്റെ അവസാനം പോയറ്റ് നടത്തുന്ന പ്രാർത്ഥന എന്താണ്? അറ്റ് ദി എൻഡ് ഓഫ് ദ പോയറ്റ് പ്രേസ് ദാറ്റ് ഹിസ് ഫാദർ വിൽ ഫിയേഴ്സ്ലി ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡെത്ത്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ പിതാവ് പരമാവധി അദ്ദേഹത്തിന്റെ മരണത്തിനോട് ഫൈറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് പോയിട്ട് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഷോവിങ് ഇന്റൻസ് ഇമോഷൻസ് ത്രൂ ബോത്ത് ബ്ലെസ്സിങ്സ് ആൻഡ് കേഴ്സസ്. ഇനി അതിനകത്ത് നമുക്ക് ബ്ലെസ്സിങ്സും കാണാം, കേഴ്സസും കാണാം. അതായത് ശാപവാക്കുകളും അതുപോലെ അനുഗ്രഹ വാക്കുകളും എല്ലാം നിറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ് പോയിട്ട് ഈ കാര്യം ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും. വാട്ട് ഡസ് നൈറ്റ് സ്റ്റാൻഡ് ഫോർ ഇൻ ദ പോയം? ഇനി ഈ പോയത്തിൽ നൈറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇൻ ദ പോയം നൈറ്റ് സിംബലൈസസ് ഡെത്ത് ആൻഡ് ദി എൻഡ് ഓഫ് ലൈഫ്. നമുക്കറിയാവുന്നതുപോലെ മരണത്തെയും ജീവിതത്തിന്റെ അവസാനത്തെയുമാണ് നൈറ്റ് എന്നതുകൊണ്ട് ഈ പോയത്തിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയറ്റ് ടുവേർഡ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. പോയറ്റിന് ലൈഫിനോടും ഡെത്തിനോടുള്ള ആറ്റിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഡെത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് നോക്കാം. റെസിസ്റ്റന്റ് ടു ഡെത്ത്. The poet Dylan Thomas advocates a fierce resistance to death. നമ്മൾ പോയത്തിൽ ഉടനീളം കണ്ടതുപോലെ മരണത്തിനോട് പരമാവധി ഫൈറ്റ് ചെയ്തിട്ട് അതിനെ പ്രതിരോധിക്കണം എന്നാണ് പോയിട്ട് പറയുന്നത്. He implores his readers to rage against the dying of the light. വെളിച്ചം കെട്ടുപോകുന്നതിനെതിരെ പരമാവധി പോരാടാൻ വേണ്ടിയിട്ടാണ് വായനക്കാരോട് അദ്ദേഹം പറയുന്നത്. Indicating a belief that one should fight against the end of life with passion and intensity. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി പാഷനും ഇന്റൻസിറ്റിയും, ഒരാൾക്ക് കഴിയാവുന്ന അത്രയും ഒരാൾ മരണത്തിനോട് ഫൈറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്.
He views death as something to be confronted with energy and defiance rather than passively accepted. നമ്മൾ പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ടായിരിക്കും, മരണം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ്, ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ പോയിട്ട് അത്തരത്തിൽ അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, മറിച്ച് പരമാവധി എനർജി എടുത്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് പറയുന്നത്. അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഈ ഡെത്തിനോട് പോയിട്ട് കാണിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത്. ഇനി ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണുന്നത്, തോമസ് ഹൈലൈറ്റ്സ് ദ റിഗ്രറ്റ്സ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് മെൻ who at the end of their lives realized the potential they had and the things they left undone. പലതരത്തിലുള്ള ആളുകളെ കുറിച്ചിട്ട് ഈ പോയത്തിനകത്ത് പറയുന്നുണ്ട്. അവരെല്ലാം ജീവിതത്തിന്റെ അവസാനത്തിലാണ് മനസ്സിലാക്കുന്നത് അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന പല കാര്യങ്ങളും അവർ ചെയ്യാതെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട്. This underscores a view that life is full of potential and should be lived fully. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് പൊട്ടൻഷ്യൽ ആണ്, അത് നമുക്ക് പരമാവധി നമ്മുടെ കഴിവുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹം ലൈഫിനോട് പ്രകടിപ്പിക്കുന്നത്. The poet's attitude suggests that even at the brink of death, there is value in striving to accomplish and to live vibrantly. അപ്പോൾ മരണത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് പോലും ജീവിതത്തിന് ഒരു മൂല്യമുണ്ടെന്നും ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ മരണത്തെ പ്രതിരോധിക്കണം എന്നുള്ള രീതിയിൽ ലൈഫ് ഫുൾ ഓഫ് പൊട്ടൻഷ്യൽ ആണ് എന്നുള്ള തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ പോയം. പോയത്തിന്റെ ടൈറ്റിലിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഈ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് അവിടെ ഡെത്തിന്റെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത് എന്നുള്ളത്. മെറ്റഫർ ഫോർ ഡെത്ത്. The title Do Not Go Gentle Into That Good Night uses night as a metaphor for death. നമ്മൾ പറഞ്ഞതുപോലെ ഈ ടൈറ്റിലിനകത്ത് നൈറ്റ് എന്ന് പറയുന്നത് ഡെത്തിന്റെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. The phrase suggests that death is an inevitable part of life but should not be met without a struggle. ഇവിടെ പറയുന്നത് മരണം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്, പക്ഷെ അത് അങ്ങനെ എളുപ്പത്തിൽ സ്വീകരിക്കരുത്, അതിനോട് ഫൈറ്റ് ചെയ്യണം. എന്താണ്, ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്, അങ്ങനെ വളരെ സൗമ്യമായിട്ട് അതിലേക്ക് പോകരുത് എന്നുള്ള തരത്തിലാണ് ആ ടൈറ്റിലിൽ പറയുന്നത്. ദ യൂസ് ഓഫ് ഗുഡ് ടു ഡിസ്ക്രൈബ് ദ നൈറ്റ് മേ ഇൻഡിക്കേറ്റ് എ പീസ്ഫുൾ ഓർ നാച്ചുറൽ ട്രാൻസിഷൻ. ദ പോയിറ്റ്സ് കമാൻഡ് ഈസ് ടു റെസിസ്റ്റ് ദിസ് പീസ്ഫുൾ അക്സെപ്റ്റൻസ്. ഇനി ഇവിടെ ഡെത്തിനെ വളരെ മോശമായിട്ടൊരു കാര്യമായിട്ടല്ല ചിത്രീകരിച്ചിട്ടുള്ളത്. ഗുഡ് നൈറ്റ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയുന്നതാണ് മരണത്തിന് ശേഷം നമുക്ക് ശാന്തതയാണ്, സമാധാനമാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഗുഡ് നൈറ്റ് എന്നുള്ള ഒരു വേർഡിൽ നിന്ന്, ഫ്രേസിൽ നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും നമ്മളത് എളുപ്പത്തിൽ സ്വീകരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനിയുള്ളത് ടൈറ്റിലിന്റെ ടോണാണ്. ഇമ്പരേറ്റീവ് ടോൺ, അതായത് ഒരു റിക്വസ്റ്റിന്റെ ടോണാണ് അതിലുള്ളത്, നമ്മൾ കണ്ടതാണ്. The title sets the tone for the entire poem, establishing an urgent imperative to fight against the end of life. Do not എന്ന് പറയുന്നത് നമുക്കറിയാം ആളുകളോട് കൊടുക്കുന്ന റിക്വസ്റ്റ് ആണ്. അത്തരത്തിൽ ഇങ്ങനെ ഡെത്തിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു ടോണാണ് നമുക്ക് ഈ പോയത്തിനകത്ത് കാണുന്നത്. It prepares the reader for the repeated refrains and the passionate plays within the poem. ഇനി പോയത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് റിഫ്രെയിൻസ് ആണ്. ഇതേ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ആ ഒരു കാര്യം തന്നെ ഈ ടൈറ്റിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ദ ഡയറക്റ്റീവ് നേച്ചർ ഓഫ് ദ ടൈറ്റിൽ എംഫസൈസസ് ദ പോയിറ്റ്സ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് പാസീവ് അക്സെപ്റ്റൻസ് ഓഫ് ഡെത്ത് ഈസ് അൺഅക്സെപ്റ്റബിൾ. ഇനി ഈ ടൈറ്റിലിന്റെ നേച്ചർ നമുക്കറിയാം, ഡയറക്റ്റീവ് ആണ്, അതായത് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നതാണ്. അതിൽ തന്നെ നമുക്ക് പോയിറ്റിന് ഡെത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. പിന്നെയുള്ളത് യൂണിവേഴ്സൽ അപ്പീലാണ്. ദ ടൈറ്റിൽസ് കമാൻഡ് ഈസ് ഡയറക്റ്റഡ് നോട്ട് ജസ്റ്റ് അറ്റ് ദ പോയിറ്റ്സ് ഫാദർ ബട്ട് അറ്റ് ഓൾ പീപ്പിൾ ഫേസിങ് ഡെത്ത്. പോയിറ്റ് തന്റെ ഫാദറിന്റെ അടുത്ത് മാത്രമായിട്ടൊരു അപേക്ഷയായിട്ടല്ല ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നത്. പൊതുവിൽ എല്ലാ ആളുകളോടും കൂടിയുള്ള റിക്വസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. This universal appeal gives the poem a broader significance, encouraging everyone to value life and resist its end vigorously. അപ്പോൾ ഇത്തരത്തിലൊരു യൂണിവേഴ്സൽ അപ്പീൽ ഈ ഒരു ടൈറ്റിൽ പോയതിന് കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാവരോടും ഇതുപോലെ ജീവിതത്തിനെ വിലമതിക്കാനും അതുപോലെ അതിന്റെ അവസാനത്തിനെ എതിർക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ പോയത്തിൽ കൊടുക്കുന്നത്. By addressing a universal audience, the title makes the poem a timeless call to action against the inevitability of death, resonating with readers across different contexts and times. അപ്പോൾ ഇത്തരത്തിലൊരു യൂണിവേഴ്സൽ അപ്പീൽ കൊടുക്കുന്നതിലൂടെ
പല നാടുകളിൽ പല കാലഘട്ടത്തിലുള്ള ആളുകൾക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒന്നായിട്ട് ഈ ടൈറ്റിൽ വരുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ടൈറ്റിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് എന്നതിൽ പറയാവുന്നതാണ്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് വില്ലനേൽസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. കമന്റ്. ഈ പോയത്തിനെ ഒരു വില്ലനേൽ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ വരുന്നത് അതിലെ കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു വില്ലനേൽ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന പോയമാണ് എന്നുള്ള തരത്തിൽ. The poem exemplifies the villanelle form with its intricate structure of 19 lines divided into 5 tercets followed by a quatrain. നമ്മൾ പറഞ്ഞിരുന്നു 19 വരികളാണ് ഈ വില്ലനേലിൽ ഉണ്ടാവുക. ഈ പോയത്തിൽ നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. കൂടാതെ 5 tercets ആൻഡ് എ quatrain. ടെർസെറ്റ്സ് എന്ന് പറയുന്നത് 3 വരികളാണ്. അങ്ങനെ 3 വരികളുള്ള 5 സ്റ്റാൻസകളും അവസാനത്തെ വരിയിൽ ക്വാട്രെയിൻ അഥവാ 4 വരികളുമാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ഈ പോയത്തിന് വില്ലനേലിന്റെ സ്ട്രക്ചർ തന്നെയാണ് ഉള്ളത്. Villanelles are characterized by 3 segments: introduction, development and conclusion. ഇത് കൂടാതെ പോയത്തിലെ കണ്ടന്റ് 3 സെഗ്മെന്റ് ആയി തിരിച്ചിട്ടുണ്ടായിരിക്കും. ഇൻട്രൊഡക്ഷൻ, ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ. ദിസ് സ്ട്രക്ചർ ഹെൽപ്സ് ബിൽഡ് ഇമോഷണൽ ഇന്റൻസിറ്റി ആൻഡ് തീമാറ്റിക് ഡെപ്ത് ത്രൂ ഔട്ട് ദ പോയം. അത് ഈ പോയത്തിൽ ഇങ്ങനെ ഇമോഷണൽ ഇന്റൻസിറ്റി ഇങ്ങനെ കൊണ്ടുവരാനും അതുപോലെ തന്നെ അതിന്റെ തീം കൃത്യമായി അവതരിപ്പിക്കാനും സഹായിക്കുന്നതാണ്. ഈ പോയത്തിലും നമുക്ക് അതുപോലെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഇൻട്രൊഡക്ഷനും, രണ്ടാമത്തെ പാർട്ടിൽ അതിൻ്റെ ഒരു ഡെവലപ്മെന്റും, മൂന്നാമത്തെ പാർട്ടിലാണ് അദ്ദേഹം ഫാദറിനെ കുറിച്ച് പറയുന്ന കൺക്ലൂഷനിലേക്ക് വരുന്നത്. അത്തരത്തിൽ ഈ പോയത്തിന്റെ സ്ട്രക്ചർ തന്നെ നമുക്ക് വില്ലനേലിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണെന്ന് പറയാവുന്നതാണ്. പിന്നെ അതിൽ വരുന്നത് ഇമോഷണൽ ഇന്റൻസിറ്റി ആണ്. ദ പോയം ഈസ് റിനൗണ്ട് ഫോർ ഇറ്റ്സ് ഇമോഷണൽ ഡെപ്ത് ആൻഡ് ഇന്റൻസിറ്റി. നമുക്കറിയാം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പോയമാണ് ഇവിടെ വരുന്നത്. തോമസ് അർജന്റ് പ്ലീ ഫോർ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഡെത്ത് ഈസ് എക്സ്പ്രസ്ഡ് വിത്ത് പവർഫുൾ ലാംഗ്വേജ് ആൻഡ് വിവിഡ് ഇമേജറി. പവർഫുൾ ലാംഗ്വേജിലൂടെയും വിവിഡ് ഇമേജറിയിലൂടെയും ഈ നൈറ്റിന്റെ സിമ്പിൾ അത്തരത്തിലുള്ള ഇമേജറിയിലൂടെയെല്ലാം ഇത് അദ്ദേഹം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. The repetition of the refrains amplifies the emotional impact, making the play more poignant and memorable. അതുകൂടാതെ റിഫ്രെയിൻസിന്റെ റിപ്പീറ്റേഷൻ, അതായത് വരികൾ ആവർത്തിച്ചു വരുന്നതാണ്. ഒന്ന് പോയത്തിലെ ആദ്യത്തെ വരിയും അതുകൂടാതെ റേജ് റേജ് എന്ന് പറയുന്ന വരിയും ഈ പോയത്തിനകത്ത് ആവർത്തിച്ചു വരുന്നുണ്ട്. അതും വില്ലനേൽ പോയംസിന്റെ ഒരു സവിശേഷതയാണ്, ഇത്തരത്തിൽ റിഫ്രെയിൻസ് ആവർത്തിച്ചു വരിക എന്നുള്ളത്. ആ ഒരു കാര്യവും നമുക്ക് ഈ പോയത്തിൽ കാണാവുന്നതാണ്. പിന്നെ അതിന്റെ തീമാണ്. നമ്മൾ പറയുന്നത് വില്ലനേലിനകത്ത് സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന തീമുകളാണ് ഉണ്ടാവുക എന്നുള്ളത്. The poem addresses universal themes of life, death and human resistance to mortality. ജീവിതം, മരണം, മനുഷ്യർ മരണത്തെ എതിർക്കുക തുടങ്ങിയിട്ടുള്ള തീമാണ് ഈ പോയത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. വിച്ച് റെസൊനേറ്റ് വിത്ത് റീഡേഴ്സ് അക്രോസ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ആൻഡ് എറാസ്. ഏത് നാട്ടിലുള്ള ഏത് കാലഘട്ടത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തീമായിട്ട് നമുക്കത് കാണാവുന്നതാണ്. By exploring the reactions of different types of men to death, Thomas encapsulates a wide range of human experiences and emotions. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള ആളുകളെ കുറിച്ചിട്ട് ഈ പോയതിനകത്ത് പറയുന്നുണ്ട്. അവരെല്ലാം ഡെത്തിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മൾ പറയുന്നത് വില്ലനേലിനകത്ത് സാധാരണക്കാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന തീമാണെന്നുള്ളത്. അപ്പോൾ ഈ പോയത്തിന്റെ സ്ട്രക്ചറിലും തീമിലും എല്ലാം തന്നെ നമുക്ക് വില്ലനേലിന്റെ ക്യാരക്ടേഴ്സ് ഉള്ളതായിട്ട് കാണാം. അത്തരത്തിൽ ഈ പോയം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു മികച്ച വില്ലനേലാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ദാറ്റ് ഡൈലാൻ തോമസ് ഹാസ് ഗ്രേറ്റ് മാസ്റ്ററി ഇൻ ഹാൻഡ്ലിംഗ് വേരിയിങ് മൂഡ്സ്. ഇവിടെ പോയിട്ടിന് പലതരത്തിലുള്ള മൂഡ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. റേഞ്ച് ഓഫ് ഇമോഷൻസ്. Dylan Thomas demonstrates an exceptional ability to convey a wide range of emotions in his poetry, from despair and defiance to tenderness and grief. പലതരത്തിലുള്ള ഇമോഷൻസ് ഈ പോയത്തിൽ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഡിസ്പയർ, ഗ്രീഫ്, അതായത് ഇദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടാൻ പോവുകയാണുള്ള ദുഃഖം, അതുപോലെ തന്നെ ഡെഫിയൻസ്, അതായത് അതിനെ പ്രതിരോധിക്കുക, ഫൈറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഇമോഷൻസ്, പലതരത്തിലുള്ള ഇമോഷൻസ് ഈ പോയത്തിനകത്തുള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. In Do Not Go Gentle Into That Good Night, he shifts from a general plea for resistance against death to a deeply personal and emotional appeal to his father. ഈ പോയതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണുന്നത് ഒരു ജനറൽ ട്രൂത്ത് പറയുന്നത് പോലെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത്. പക്ഷെ പോയത്തിന്റെ അവസാനമാവുന്ന സമയത്ത് അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പിതാവിനോടുള്ള അപേക്ഷയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അത്തരത്തിൽ തന്നെ പല റേഞ്ചിലുള്ള ഇമോഷൻസ് പോയത്തിലുടനീളം നമുക്ക്
കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് വരുന്നത് ഇമേജറിയാണ്. തോമസ് യൂസസ് വിവിഡ് ആൻഡ് വേരിഡ് ഇമേജറി ടു ഇവോക്ക് ഡിഫറെന്റ് മൂഡ്സ് ആൻഡ് അറ്റ്മോസ്ഫിയേഴ്സ്. പലതരത്തിലുള്ള മൂഡ്സ് അതുപോലെ ഇമോഷൻസ് ഇവോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇമേജറിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്ലേസ് ലൈക്ക് മെറ്റിയോസ് സജസ്റ്റ് ഫിയേഴ്സ് ഓൾമോസ്റ്റ് സെലിസ്റ്റിയൽ ഡിഫിയൻസ്. ബ്ലേസ് ലൈക്ക് മെറ്റിയോസ് എന്ന് പറയുന്നത് ഉൽക്കകൾ പോലെ ജ്വലിക്കുക എന്നുള്ളതാണ്. വളരെ എനർജറ്റിക് ആയിട്ട് ഡെത്തിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു മൂഡാണ് നമ്മളവിടെ കാണുന്നത്. വൈൽ ഫ്രെയിൽ ഡീഡ്സ് മൈറ്റ് ഹാവ് ഡാൻസ് ഇൻ എ ഗ്രീഡ് ബേ ഇവോക്സ് എ സെൻസ് ഓഫ് വിസ്ഫുൾ റിഗ്രറ്റ്. ഇനി ഈ പച്ച മൈതാനിയിൽ ദുർബലമായിട്ടുള്ള പ്രവൃത്തികൾ ഒരുപക്ഷെ ഡാൻസ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നത് ചെയ്യാതെ പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു റിഗ്രറ്റ് ആണ്, ഒരു പശ്ചാത്താപവും കുറ്റബോധവുമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഇമേജറിയിലൂടെ ഇവിടെ പശ്ചാത്താപം, കുറ്റബോധം, അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഫൈറ്റ് എന്നുള്ള പല മൂഡ് ഇമോഷൻസ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. The imagery is not only visually striking but also rich in emotional connotations, helping to convey the shifting moods of the poem. അപ്പോൾ ഇമേജറി പലതരത്തിലുള്ള വിഷ്വൽസ് നമുക്ക് നൽകുക മാത്രമല്ല ചെയ്യുന്നത്, പലതരത്തിലുള്ള ഇമോഷൻസിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല ഇമോഷൻസ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇമേജറി നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെ വരുന്നത് ടോൺ വേരിയേഷൻ ആണ്. The tone of Thomas's poetry can range from urgent and commanding, as in the refrains of "Do not go gentle into that good night," to reflective and sorrowful, as in the final stanza addressing his father. അപ്പോൾ ടോൺ നമുക്കറിയാം, തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജെന്റിൽ ആയിട്ടുള്ള ഒരു ടോണാണ്, അതായത് വിനയത്തോടു കൂടി അദ്ദേഹം ആളോട് അപേക്ഷിക്കുന്ന പോലെയാണ് കാണുന്നത്. എന്നാൽ പിന്നീട് റേജ് തുടങ്ങിയിട്ടുള്ള വരികളിലെല്ലാം അദ്ദേഹം ആളോട് ആക്രോശിച്ച് ആവശ്യപ്പെടുന്നത് പോലെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള പല ടോണുകൾ ഉപയോഗിക്കുന്നതിലൂടെ പല റേഞ്ചിലുള്ള ഇമോഷൻസ് അദ്ദേഹം അവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. This variation in tone keeps the reader engaged and mirrors the complex, multifaceted nature of human emotions. അപ്പോൾ ഈ ഒരു കാര്യം ഈ റീഡേഴ്സിനെ എൻഗേജ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, ഇത്തരത്തിൽ പല ഇമോഷൻസ് ഇതുപോലെ പല ടോണിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. പിന്നെയുള്ളത് യൂണിവേഴ്സൽ ആൻഡ് പേഴ്സണൽ ബ്ലെൻഡ് ആണ്. തോമസ് seamlessly blends personal emotions with universal themes, creating poems that are both deeply individual and broadly relatable. ഈ പോയത്തിനകത്ത് നമുക്ക് യൂണിവേഴ്സൽ തീംസ് കാണാം, എന്നാൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷൻസും നമുക്ക് അദ്ദേഹത്തിന്റെ ഫാദറിനെ കുറിച്ച് പറയുന്ന സമയത്ത് കാണാവുന്നതാണ്. അത്തരത്തിലും പലതരത്തിലുള്ള മൂഡ് ഈ പോയത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. His ability to handle varying moods within a single poem or across his body of work demonstrates his mastery in capturing the complexities of the human experience. ഇത്തരത്തിൽ ഒരു പോയത്തിനകത്ത് തന്നെ പല മൂഡ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, ഇതുപോലെ ഹ്യൂമൻ എക്സ്പീരിയൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്ററി ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. This is evident in the way he addresses both the personal grief of losing his father and the universal fear of death in "Do not go gentle in that good night." അപ്പോൾ ഈ പോയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് യൂണിവേഴ്സൽ ട്രൂത്ത് എന്നുള്ള തരത്തിൽ അദ്ദേഹം ഡെത്തിനെ അപ്രോച്ച് ചെയ്യുന്നു, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ഡെത്ത് എന്നുള്ള പേഴ്സണൽ ലെവലിൽ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നു. ആ തരത്തിൽ രണ്ട് മൂഡാണ്, രണ്ട് ഇമോഷൻസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലുള്ള ഇമേജറി ഇതുപോലെ പല മൂഡ്സ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ ഈ ടോണിൽ വരുന്ന വേരിയേഷൻസും ഈ പല മൂഡ്സ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ സഹായിക്കുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഡൈലാൻ തോമസ് ഇതുപോലെ വേരിയിങ് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൽ വളരെ മികച്ചൊരു പോയിന്റ് ആണെന്നുള്ള കാര്യം പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.